അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മനസ്സിനെ മരവിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ മഞ്ചേശ്വരത്തിൽ നിന്നും കേട്ടത്. കേട്ടവരുടെയൊക്കെ കണ്ണ് നിറയാതിരുന്നിട്ടുണ്ടാവില്ല. നമ്മളൊക്കെ ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയ പൊന്നു മക്കളെ സ്വന്തം പിതാവ് തന്നെ കൊത്തി മലർത്തി കിടത്തിയ ആ ഒരു വാർത്ത നമ്മുടെയൊക്കെ ഉറക്കം കെടുത്തിയിരുന്നു ഇന്നലെ. ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വാർത്തയായി നിങ്ങൾ ആരും കരുതണ്ട. നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. ഈ വാർത്തകളൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇന്ന് ചെല്ലാൻ പോകുന്നത് ആ ഒരു സംഭവം നടന്ന കുടുംബത്തിലേക്കാണ്. അവരുടെ ആ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഇന്ന് കയറി ചെല്ലാൻ പോകുന്നത്. സ്വന്തം ചോരയിൽ പിറന്ന മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ ആ ഒരു പിതാവിൻ്റെ വീട്ടിലേക്ക്. എന്നാൽ പിന്നെ നമുക്ക് എല്ലാം മനസ്സിലാകും എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഈ ഒരു വാർത്തയെക്കുറിച്ച് വിശദമായി പഠിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്നാണ് ഞാൻ കരുതിയത്. അതാണ് താമസിച്ചു പോയത്. മരണപ്പെട്ട പൊന്നുമോൾ ജുമൈലയുടെ ഉമ്മ താഹിറയും ഉപ്പ ഫാറൂഖുമായുള്ള ആ ഒരു ദാമ്പത്യ ജീവിതം തന്നെ പരാജയമായിരുന്നു. തുടക്കത്തിലെ പരാജയമായിരുന്നു. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളോട് വിശദമായി പറഞ്ഞു തരേണ്ടതില്ല എന്ന് തോന്നുന്നു. അവരുടെ ആ ഒരു ജീവിതം. ആളൊരു തെമ്മാടിയായിരുന്നു. മനുഷ്യനെ മൃഗത്തേക്കാൾ ക്രൂരനാക്കുന്ന, മനുഷ്യന്റെ വിവേകം വരെ കെടുത്തിക്കളയുന്ന ആ ഒരു വിഷം ഇന്ന് വിപണിയിൽ ലഭിക്കാവുന്ന വീര്യം കൂടിയ മയക്കുമരുന്നിന്റെ അടിമയാണ് ഉമർ ഫാറൂഖ്. ആ ഒരു ലഹരിയുടെ ആസക്തിയിലായിരുന്നു ഉമർ ഫാറൂഖ് ജീവിച്ചിരുന്നത്. ലഹരിയും ആസ്വദിച്ച്. സംഭവം നടക്കുന്നത് ഇന്നലെ വിശേഷപ്പെട്ട ആ ഒരു ദിവസം, ബറാത്ത് രാവ്, തിങ്കളാഴ്ച വൈകിട്ട്. നമ്മുടെയൊക്കെ ആ ഒരു തലവര മാറുന്ന ആ ഒരു ദിവസം, നമ്മുടെയൊക്കെ ആയുസ്സിന് വേണ്ടി തേടുന്ന ആ ഒരു രാവ്. അന്നാണ് ആ ഒരു കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടക്കുന്നത്. ഉമ്മ താഹിറയുടെ സഹോദരിയുടെ ഭർത്താവ് ഷേഖുഞ്ഞിയുടെ വീട്ടിലാണ് സംഭവം. ഇവരുടെ വീട്ടിലാണ് ആ ഉമ്മയുടെയും മകളുടെയും താമസം. ഉമർ ഫാറൂഖും ഭാര്യ താഹിറയും ഇവരുടെ ബന്ധ തുടക്കത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ പ്രശ്നം മൂർച്ഛിച്ചതിനെ തുടർന്ന് വിവാഹബന്ധം വേർപിരിയാനുള്ള അവസ്ഥയിൽ എത്തിപ്പെടുകയാണ്. ആ ഒരു പ്രശ്നം ചർച്ച ചെയ്യാനായിരുന്നു ഇന്നലെ ബറാത്ത് രാവിൽ ഇവരുടെ വീട്ടിൽ ഒത്തുകൂടിയത്. ബന്ധം വേർപിരിയാനുള്ള ചർച്ചയായിരുന്നു അവിടെ നടന്നത്. ഉമർ ഫാറൂഖ് പറഞ്ഞു, ബന്ധം വേർപിരിയാണെങ്കിൽ തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ച 10 സെന്റും സ്ഥലവും താഹിറയുടെ പേരിൽ എഴുതി വച്ചിരുന്നു. അത് തിരികെ വേണമെന്നായിരുന്നു ഉമർ ഫാറൂഖിന്റെ ആവശ്യം. ഈ ബന്ധം വേർപിരിയാണെങ്കിൽ. അപ്പോൾ ഉമ്മ താഹിറയും താഹിറയുടെ സഹോദരിയുടെ ഭർത്താവും പറഞ്ഞു, ഈ സ്വത്ത് മകളുടെ പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണമെന്ന്. ഇത് കേട്ടപ്പോഴാണ് ഉമറിന് കലിയിളകിയത്. ഉമർ ഉള്ളത് ലഹരിയിലായിരുന്നു ആ സമയത്ത്. കയ്യിൽ ഒരു കത്തിയും കരുതിയായിരുന്നു ചർച്ചയ്ക്കിരുന്നത്. ഇതാരും കണ്ടില്ല. ഉമറിന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഷേഖുഞ്ഞിയെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെയായിരുന്നു പാവം ആ ഒരു മോള് സ്കൂള് വിട്ട് എത്തിയത്. അപ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. പാവം മകൾ ജുമൈല ഉപ്പ എന്ന് വിളിച്ച് തടയാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴായിരുന്നു ഈ കാലന്റെ ആ ഒരു ആക്രമണത്തിൽ സ്വന്തം മകളുടെ കഴുത്തിലും വയറ്റിലും തുരുതുര കുത്തുകളേറ്റത്. മലർന്ന് കിടക്കുകയായിരുന്നു ചോരയിൽ കുളിച്ച്. ജുമൈലയ്ക്ക് മാത്രമല്ല കുത്തേറ്റത്, ഷേഖുഞ്ഞിക്കും അതിമാരകമായ കുത്തുകളേറ്റിട്ടുണ്ട്. ഇന്നലെ കേട്ട വാർത്ത ഈ മകളുടേത് മാത്രമായിരുന്നു. ഉടനെ തന്നെ ഇരുവരെയും ഉപ്പളയിലെയും പിന്നെ മംഗളൂരുവിലെയും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണപ്പെട്ടുപോയി. ആ മകള് മാത്രമല്ല മരണപ്പെട്ടത്, ഷേഖുഞ്ഞിയും പടച്ച റബ്ബിലേക്ക് മടങ്ങി. സ്വന്തം ഉപ്പക്ക് കുടുംബം നോക്കാൻ കഴിഞ്ഞില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് ചെയ്യുന്നത് ഈ പാവം താഹിറയുടെ സഹോദരിയുടെ ഭർത്താവായ ഷേഖുഞ്ഞായിരുന്നു. ആരെയും ഇയാൾ വെറുതെ വിട്ടില്ല. ഗൾഫിലായിരുന്ന ഉമർ ഫാറൂഖ് ഈ 2 മാസം മുമ്പാണ് നാട്ടിലെത്തിയത്. ഈ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ടാലുള്ള ആ ഒരു ശിക്ഷ എത്രമാത്രം ഉണ്ടെന്ന്, ഇതുപോലുള്ള കൊലകളും ചെറിയ മക്കളുടെ മയക്കുമരുന്നോടുള്ള ആ ഒരു ആസക്തി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും എളുപ്പം പണമുണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം
ഇതുപോലുള്ള ബിസിനസ് തന്നെയാണ്. ചെറുപ്പക്കാരാണ് ഇത് ചെയ്യുന്നത്. ഇത് ഉപയോഗിക്കുന്നതും ചെറിയ മക്കളാണ്. ഇന്ന് ഉപയോഗിക്കാനും ഇത് വിപണിയിലെത്തിക്കാനും വളരെ ഈസിയായ ഉൽപ്പന്നമാണ് മയക്കുമരുന്ന്. അതിന് കൊടുക്കുന്ന ശിക്ഷ നമ്മൾ കേട്ടിടത്തോളം വെറും 3 മാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്നിവിടെ വ്യാപകമായി തുടരുന്നത്. ഒരു പുകവലിക്കാരനെയും ഒരു വെള്ളമടിക്കാരനെയും നമുക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ തലമുറ ഉപയോഗിക്കുന്ന ഈ ഒരു മയക്കുമരുന്ന് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാകില്ല പ്രിയപ്പെട്ടവരെ. ഇത് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വരെ. മക്കളെ ശ്രദ്ധിക്കുക. മക്കളെ മാറോട് ചേർത്ത് ഒരു സുഹൃത്തിനെ പോലെ കണ്ട് അവരോട് പെരുമാറുക. ഞാൻ ഉപ്പയാണ്, ഞാൻ മാതാവാണ്, ഞാൻ കാരണവരാണ്, ജ്യേഷ്ഠനാണ് എന്നുള്ള ഭാവം വിട്ടേക്ക് പ്രിയപ്പെട്ടവരെ. മക്കളെ ഒരു സുഹൃത്തായി കാണുക. അവരോടൊപ്പം ചേർന്ന് അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കുക. ഒരു സുഹൃത്തുക്കളായാലേ നമുക്കതിന് സാധിക്കുകയുള്ളൂ. വഴി പിഴച്ചു പോയാൽ, ഇതിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഒരുപാട് പാടാണ്. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. ഇയാളുടെ ലഹരിയുടെ കെട്ടിറങ്ങുമ്പോൾ എല്ലാം മനസ്സിലാകും. ലഹരിയുടെ ആ ഒരു ഉന്മാദത്തിൽ ഇല്ലാതാക്കിയത് സ്വന്തം ജീവനാണെന്ന്. ഒരു ഉപ്പക്കെങ്ങനെയാണ് സ്വന്തം ചോരയിൽ പിറന്ന മകളെ കൊലപ്പെടുത്താൻ തോന്നുന്നത്? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ലഹരി. അത് ലഹരി തന്നെയായിരിക്കുന്നു. മനുഷ്യനെ മൃഗത്തേക്കാൾ ക്രൂരനാക്കുന്ന, മനുഷ്യന്റെ വിവേകം വരെ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു വിഷം, അതിനെ നമ്മൾ സൂക്ഷിച്ചേ മതിയാകൂ. നമ്മുടെ കുടുംബത്തെ സംരക്ഷിച്ചേ മതിയാകൂ. ശ്രദ്ധിക്കുക, നമ്മൾ മാതാപിതാക്കൾ. എല്ലാം കഴിഞ്ഞ് ബോധം തെളിയുമ്പോൾ ബാക്കിയാകുന്നത് തീരാത്ത കുറ്റബോധം. പക്ഷേ അപ്പോഴേക്കും എല്ലാം വൈകിട്ടുണ്ടാകും. ഇനിയെങ്കിലും നമ്മളൊക്കെ കണ്ണു തുറക്കണം. ലഹരി എന്ന ആ ഒരു വിപത്തിനെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ എത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ്, നമ്മൾ മാതാപിതാക്കളുടെ കയ്യിൽ. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ആ മരണപ്പെട്ടു പോയ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാം നിനക്കറിയാലോ റബ്ബേ. ആ പൊന്നുമോൾക്ക് മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. 2 പേരാണ് റബ്ബേ കുത്തേറ്റ് മരണപ്പെട്ടത്. അവരുടെ ഖബർ നീ വിശാലമാക്കി സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ പാവം ഉമ്മക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പടച്ച റബ്ബേ നിനക്കറിയാലോ റബ്ബേ. അവർക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ തന്നെ സംരക്ഷിക്കണേ റബ്ബേ. ആ ഉമ്മക്ക് നഷ്ടമായത് മകളും സ്വന്തം ജീവിതവുമാണ് റബ്ബേ. ആ ഉമ്മക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലൊരവസ്ഥ ഒരു കുടുംബത്തിലും നീ വരുത്തല്ലേ റബ്ബേ. നമ്മുടെയൊക്കെ കുടുംബ ദാമ്പത്യ ജീവിതം നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ, റാഹത്തിലാക്കി തരണേ റബ്ബേ. നമ്മുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണേ റബ്ബേ, ഇസ്സത്തേകണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ആ ഉമ്മക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യണം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.